47 വയസ്സിലൊരു സ്ത്രീ പ്രഗ്നന്റ് ആകുന്നു. സമൂഹം വലിയൊരു ആഘോഷമാക്കും, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ മുകളിൽ സോഷ്യൽ മീഡിയയിൽ നിന്നത് കൊണ്ട് അതിന് കൂടുതലൊരു വാല്യൂ ഉണ്ട്. എനിക്ക് ഭഗവാൻ തന്നൊരു നിയോഗമാണ് പാലു. അതിനെന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും. അതില് ഇങ്ങനെ യാത്ര ചെയ്യണം. പിന്നെ ഇവരെ പോലുള്ളവരുടെയൊക്കെ സ്നേഹം അതെനിക്ക് എൻ്റെ ലൈഫിൽ പറയാൻ വാക്കുകളില്ല. ഞാൻ നമിക്കുകയാണ് അവരെ, ശിരസ് കൊണ്ട് അവരുടെ കാലിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കും. അത്ര എനിക്ക് പറഞ്ഞു, അത്ര സ്നേഹമാണ്, അത്ര സ്നേഹം എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല പറയാൻ. അമ്മയെ ഇഷ്ടമാണ്, പാലുവിനെ ഇഷ്ടമാണ്, ആര്യ ഇഷ്ടമാണ്. അങ്ങനെ എന്താ പറയുക, നമ്മളൊരു വീട് പോലെ സ്നേഹിക്കണം. അതെന്നും ഭഗവാൻ അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ. ഞാൻ ഒരു അമ്മയായിട്ടില്ല, അമ്മയാവില്ല. പാലുന്ന് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു മാതൃത്വം തുളുമ്പുന്നുണ്ട്. പാലുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ആര്യ 23-ാം വയസ്സിൽ ചേച്ചിയാവുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മയായിട്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള കമൻസ് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മറികടന്നതേ 1 വർഷം പോയതറിഞ്ഞില്ല. ഇപ്പോൾ പാലുവിന് 1 വയസ്സായിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണം. ഹാപ്പി ബർത്ത്ഡേ. നമസ്തേ പറ. നമസ്തേ. അപ്പോൾ അമ്മേ, ഇതൊരു സന്തോഷമുള്ള ദിവസമാണ്. നമ്മൾ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ എങ്കിലും ചോദിക്കുക, 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി അല്ലേ? ഇപ്പോൾ പാലുവുമായിട്ടുള്ള ഒരു ലൈഫ് പുതിയൊരു സാധനമാണ്. ഇത് മുതിർന്ന ചേച്ചിയായി പോയി, ലാളിക്കാനൊക്കെ അധികമൊന്നും കിട്ടില്ല. പക്ഷേ ഇപ്പോൾ പാലുമായിട്ട് ഭയങ്കര രസമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിശേഷം ആദ്യം പറയും. എന്താ പറയണേ എനിക്കറിയില്ല. സങ്കടം വരണം, വിഷമം വരണം. ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ ലൈഫിൽ ഇങ്ങനെയൊക്കെ. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇവരൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ ഇത്രയും പാലുവിനെ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ ലൈഫിൽ എന്താ പറയുക, ഒരാൾ നമ്മളെ സ്നേഹിക്കണം ഏറ്റവും വലിയ സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ എവിടെ പോയാലും പാലുവിൻ്റെ അമ്മയല്ലേ, ഇത്രയും നാൾ ആര്യയുടെ അമ്മയല്ലേ, ഇപ്പോൾ പാലുവിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. എല്ലാവരും എന്നോട് ചോദിക്കും, ദീപ്തിക്ക് ഇത്രയും വയസ്സായപ്പോൾ കുഞ്ഞിനെ നോക്കും ബുദ്ധിമുട്ട്. അതിനെ ഞാനിങ്ങനെ എൻജോയ് ചെയ്യണമുള്ള എനിക്ക് ബുദ്ധിമുട്ട്. പിന്നെ ശാരീരികമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരും, പ്രായമായില്ലേ. പിന്നെ ആര്യയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അവളുടെ സന്തോഷങ്ങൾക്കാണ് ഞാൻ ഈ ഹോളായാലും ഈ പരിപാടി ആയാലും എല്ലാം. ഞാൻ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ട്, ആര്യ എന്താ പറയുക, എന്നെ ഗൈഡ് ചെയ്യണം അവളാണിപ്പോൾ. അവളുടെ ഇഷ്ടങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആര്യയാണോ ശരിക്കുള്ള അമ്മ എന്നുള്ളൊരു അവകാശ തർക്കം ഉണ്ടായിരുന്നു ആര്യയുടെ ഭാഗത്തുനിന്ന്. ഇപ്പൊ അമ്മയായോ ശരിക്കുള്ള അമ്മ? ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പാലു 1 വയസ്സായെന്ന്. കാരണം ഞാൻ ചുമ്മാ ഇങ്ങനെ ഷീസ് ഓൾറെഡി 1 എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ആൾക്കാർക്ക് ആർക്കും അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. പ്രത്യേകിച്ച് അവളുടെ ഡോക്ടർ, തുളസി ഡോക്ടർ, ഞാൻ വിളിച്ച് പാലുവിന്റെ പിറന്നാള് നമ്മള് ക്ഷണം അറിയിച്ചപ്പോ അവര് പറയായിരുന്നു പാലുവിന് 1 വയസ്സോ എന്നുള്ള. എല്ലാവർക്കും അത്ഭുതമാണ്. എന്താ പെട്ടെന്ന് സമയം പോകുന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കത്തില്ല. പക്ഷെ അത് പാലുവിന്റെ കാര്യത്തിൽ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ സ്നേഹത്തിന്റെ കാര്യത്തില് അമ്മയാണല്ലോ കൂടുതൽ. അതിന്റെ തർക്കം ഏതുവരെ എത്തി? അമ്മയാവാൻ പറ്റില്ല, അതെ പറ്റില്ല. പക്ഷെ ആർക്കും പറ്റില്ല. പക്ഷെ അവൾക്ക് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും എന്തിനെന്ന് പറഞ്ഞ് നിൽക്കാൻ ഞാൻ ഉണ്ടാകും എപ്പോഴും. ആ സ്നേഹവും അങ്ങനെ തന്നെ ഉണ്ടാവും. അമ്മയുടെ സ്നേഹം അങ്ങനെ ഉണ്ടാവില്ലെങ്കിലും എപ്പോഴും ഒരു അമ്മയായിട്ട് തന്നെ കൂടെ ഞാൻ ഉണ്ടാവും. ശരിക്കും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ മാറി ഇപ്പോൾ വളരെ പോസിറ്റീവ് ആയില്ലേ? പണ്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ സമയത്ത് പക്ഷെ അച്ഛൻ അധികം സംസാരിക്കില്ലെങ്കിൽ പോലും പക്ഷെ അച്ഛൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നോക്കി കാണേണ്ടതെന്നുള്ളത്. വനിതയിലൊക്കെ വന്നപ്പോൾ അച്ഛനാണ് മറുപടി ആദ്യമായിട്ട് കൊടുക്കുന്നത്. നമുക്ക് ആകെ ഒരു നെഗറ്റീവ് കമന്റ് വനിതയിൽ മാഗസീനിന്റെ ഓൺലൈനിൽ വന്നപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കണ്ടിട്ട് ഞാൻ അച്ഛനോട് അമ്മയോടും പറയാതിരിക്കുകയായിരുന്നു. പക്ഷെ അച്ഛനാണ് അത് അത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോ ആക്ട്രസ് ആര്യയുടെ അച്ഛൻ എന്നുള്ളതിൽ ഉപരി ഇപ്പൊ പാലുവിന്റെ അച്ഛനായി മാറിയില്ലേ? അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? ചെറിയൊരു ടൈം കൊണ്ട് തന്നെ ഇപ്പോൾ ആര്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫിഗറിനപ്പുറത്തേക്ക് ഒരു യൂട്യൂബ് വ്യൂവർഷിപ്പ് ഒക്കെ ഉണ്ടാക്കി ഫിഗറല്ല, നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന പ്രിവിലേജ് അല്ല, അതിനേക്കാൾ ഉപരി സ്നേഹമാണ്. അവര് പാലുവിനെ കാണുമ്പോൾ അയ്യോ എനിക്കറിയില്ല അത് പറയാൻ. നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാവില്ല. നമ്മൾ എവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിനെ കാണുന്നത് അത്രയും അവരൊരു എന്തോ ഒരു പ്രത്യേക സ്നേഹമാണ് കാണിക്കണം. അപ്പോൾ അവരുടെ അമ്മ, അച്ഛൻ അല്ലെ ചേച്ചി എന്നുള്ളത് കിട്ടുന്ന ഒരു അംഗീകാരം വളരെ വലുതാണ്. അത് നമ്മൾ സീരിയലിലോ സിനിമയിലോ ഒന്നും അഭിനയിക്കുന്ന അത് വേറെ ഇത് സ്നേഹമാണ് അവർക്ക് നമ്മളോട്, ആരാധനയല്ല. അവരുടെ വീട്ടിലെ ഒരു കുഞ്ഞ് പാലു ചിരിക്കുമ്പോൾ, പാലുവിന് പല്ല് വരുമ്പോൾ ഇതെല്ലാം
നമ്മളിപ്പോൾ ഇരിക്കുന്ന ഗീതാജി ഹസ്ബൻഡ് അവര് 17 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഒരു ഫംഗ്ഷൻ കൂടാൻ അവര് വരുന്നത്. ഗീതാജി അവളെ സ്നേഹിക്കുന്നത് അതെ. ചേട്ടന്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ച് നമ്മളെ വിളിച്ചതാണ് ഗീതാജി ഹസ്ബൻഡും. അപ്പൊ അതൊക്കെ നമ്മള് ഗീതാജി ഓരോ നിമിഷവും അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും എൻ്റെ എല്ലാം ഇവർ രണ്ടുപേരും ഭഗവാൻ എൻ്റെ കയ്യിൽ എന്തോ നിയോഗത്തിന് തന്നേക്കണം, അതിനകത്ത് ഞാൻ യാത്ര ചെയ്യണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം തന്ന 2 കുഞ്ഞുങ്ങളാണ് അവർ രണ്ടുപേരും. ഈ പലർക്കും മാതൃകയാണ്. ഇപ്പം ദീപ്തി എന്ന് പറയുന്നത് പലർക്കും മാതൃകയാണ്. അപ്പൊ ദീപ്തി സംസാരിക്കുന്നതിന്റെ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞാനും മനസ്സിലാക്കിയതാണ് ദീപ്തിക്ക് ആ സമയത്തുണ്ടായ കമന്റ്സിനെയൊക്കെ നേരിടാനുള്ള പവർ ഉണ്ട്. ഒരുപക്ഷെ ആര്യ പോലും ഏത് പ്രോഡക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ദീപ്തി സംസാരിക്കുന്നിടത്തു നിന്നാണ്. ദീപ്തി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അന്ന് നമ്മൾ നേരിട്ട ഒരു സാധനമുണ്ട്, അതൊക്കെ മറികടന്ന് നമ്മൾ ഭയങ്കര രസമായിട്ട് വന്നില്ലേ? അല്ല, ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു 47 വയസ്സിലൊരു സ്ത്രീ പ്രഗ്നന്റ് ആകുന്നു. അപ്പം അത് സമൂഹം വലിയൊരു ആഘോഷമാക്കും, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ മുകളിൽ സോഷ്യൽ മീഡിയയിൽ നിന്നത് കൊണ്ട് അതിന് കൂടുതലൊരു വാല്യൂ ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് അയക്കുന്നവരൊക്കെ പറയും എനിക്ക് ദീപ്തിയോട് സംസാരിക്കണം, എനിക്ക് എന്താ എൻ്റെ ക്വാളിറ്റി എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ പറയുന്നത് ചേച്ചി ഞങ്ങൾക്ക് വലിയൊരു ഇതാണ്, ഈ പ്രായത്തിൽ പാലുവിനെ സർവൻ്റ് ഇല്ലാതെ നോക്കുന്നു, പിന്നെ ചേച്ചി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പോകുന്നു. അതിലൊക്കെ അവർ കാണിക്കുന്നത് വെച്ചാൽ അത് എന്താ പറയുക, അവർക്കറിയില്ല എനിക്കത് എന്താ. പിന്നെ ഏറ്റവും എനിക്ക് അഭിമാനവും സന്തോഷം തോന്നിയത്, ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂ രജിസ്ട്രേഷൻ ഇട്ട് വന്നിട്ടുണ്ട്. ലേഷോറിൽ ചെന്നപ്പം ഞാൻ ഡോക്ടറെ കാണാനായിട്ട് കയറുമ്പോൾ ഡോക്ടർ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ എൻ്റെ ലൈഫ് സ്റ്റോറി എടുത്തു വെച്ചിട്ട് പറയാം. അപ്പം അതിന് അപ്പൊ പറയാ ഡോക്ടർ ഇവിടെ ഇന്നലെ വന്നു ഒരു 14 വയസ്സുള്ള കുട്ടി, അമ്മ പ്രഗ്നന്റ് ആണ്, അപ്പൊ കൊച്ചു ഭയങ്കര, അപ്പൊ ഞാൻ ദീപ്തിയുടെ സ്റ്റോറി എടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പം അവിടുത്തെ HOD ആണ്, അവരുടെ ഹെഡാണ് ഗൈനക് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു, നമ്മൾ കാരണം മറ്റൊരാൾക്ക് മോട്ടിവേഷൻ ആകണത്, നമ്മൾക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ മറ്റുള്ളവർ എൻ്റെ ഏജിനെയാണ് റെസ്പെക്ട് ചെയ്യണത്, എന്നെയല്ല. ഈ ഏജിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി കുഞ്ഞിനെ വളർത്തുന്നു, ഒറ്റയ്ക്ക് അതൊക്കെയാണ് അവർ കാണുന്നത്. അല്ലാതെ നമ്മൾക്ക് വലിയ ഇതുണ്ടായിട്ടല്ല, ഞാൻ എന്നിലെ അഹങ്കരിക്കുകയല്ല. പക്ഷെ അത് എനിക്ക് ഭഗവാൻ തന്നൊരു നിയോഗമാണ് പാലു. അതിനെന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും, അതിൽ ഇങ്ങനെ യാത്ര ചെയ്യണം. പിന്നെ ഇവരെ പോലുള്ളവരുടെയൊക്കെ സ്നേഹം അതെനിക്ക് എൻ്റെ ലൈഫിൽ പറയാൻ വാക്കുകളില്ല. ഞാൻ നമിക്കുകയാണ് അവരെ, ശിരസ് കൊണ്ട് അവരുടെ കാലിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കും. അത്ര എനിക്ക് പറഞ്ഞു, അത്ര സ്നേഹമാണ്, അത്ര സ്നേഹം എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല പറയാൻ. അമ്മയെ ഇഷ്ടമാണ്, പാലുവിനെ ഇഷ്ടമാണ്, ആര്യ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ എന്താ പറയുക, നമ്മളൊരു വീട് പോലെ സ്നേഹിക്കണം. അതെന്നും ഭഗവാൻ അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ, അത് മാത്രമേ എനിക്ക്. ഈ ഫംഗ്ഷൻ തന്നെ ഈ സ്നേഹത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ്. നമ്മൾ അത്രയും വലുതായിട്ട് ആഘോഷിക്കുന്നത് തന്നെ എല്ലാവർക്കും വരാൻ കഴിയുന്ന രീതിയിൽ അതിനെ പാകപ്പെടുത്തുകയാണ്. എനിക്ക് അതിനേക്കാൾ ഉപരി അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, സോഷ്യൽ മീഡിയ ഇത്ര നന്നായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് കാണുമ്പോൾ ആര്യ ഭയങ്കര ഒരു സന്തോഷമല്ലേ? ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സംസാരിക്കും ഞാൻ, പക്ഷെ ഞാൻ പറയണതെല്ലാം ചിലപ്പോൾ കോമഡി ആയി പോകും. പക്ഷെ അത് സീരിയസ് ആയിട്ട് പോകുന്നതും, ഇപ്പം ഞാൻ വെറുതെ എടുക്കുന്ന വീഡിയോനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് അമ്മയുടെയും പാലുവിൻ്റെ, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ അമ്മ നന്നായി സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടാവും. അപ്പോൾ അമ്മ ഓൾറെഡി നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ്, എവിടെയും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആൻഡ് കട്ടായിട്ട് സംസാരിക്കും, അമ്മയ്ക്ക് സംസാരിക്കാൻ അറിയാം. അപ്പോൾ അമ്മ ഇങ്ങനെ കുറച്ചുകൂടെ ബോൾഡായി. ഞാൻ ആദ്യം പേടിയുണ്ടായിരുന്നു, പാലം ഉണ്ടായി കഴിഞ്ഞ ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും ഡിപ്രഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അമ്മയുടെ ആയുർവേദ പ്രസവരക്ഷയിലെ ഡോക്ടറിനെ പറഞ്ഞിരുന്നു, ചേച്ചിക്ക് അങ്ങനെ ഉണ്ടോ സംസാരം, കാരണം നിറയെ സംസാരിക്കണോ, അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അമ്മയിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ആള് ബ്രഹ്മകുമാരീസിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ആളെ തന്നെ ഭയങ്കര സെൽഫ് ലവ് കൊടുത്ത് ഭയങ്കര ബോൾഡായി. ചിലപ്പോൾ രജനീഷനെ കണ്ടാൽ മനസ്സിലാവുണ്ടാവും, കുറച്ചുകൂടെ ആള് ബോൾഡായി, എവിടെയും പ്രതികരിക്കാം, സൈലന്റ് ആയി നിൽക്കുന്നിടത്ത് സൈലന്റ് ആയിട്ട് നിൽക്കും. അത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും റെസ്പെക്ട് തന്നെയാണ് അമ്മയുടെ അടുത്തുള്ളത്. ശരിക്കും കുറച്ചുകൂടെ ഒരു വീട്ടമ്മയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതായത് എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ, എന്ന് വെച്ചാൽ എന്റെ പഠിത്തം ഒക്കെ ഓൾമോസ്റ്റ് കഴിയാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് ഇനി അതിനൊരു ടെൻഷൻ ഇല്ല, ഇനി 4 മാസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ആർട്ടിസ്റ്റിനെ കിട്ടണം. അപ്പം അങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ, അമ്മ പോലും അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ വന്ന ഒരാളാണ് പാലു. അപ്പൊ വീണ്ടും ഫാമിലിയിലേക്ക് അമ്മ ഒതുങ്ങിപ്പോയപ്പോ എനിക്ക് ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. അതായത് അമ്മയ്ക്ക് നേഴ്സായിരുന്നു അമ്മ, അപ്പൊ അപ്പളെ നന്നായി പഠിക്കുമായിരുന്നു എന്ന് പറയുമായിരുന്നു. അപ്പൊ അമ്മ ഇനി മൊത്തത്തിൽ അടഞ്ഞു പോവുക, അമ്മയ്ക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അതൊക്കെ പോകുന്നൊരു ടെൻഷനും വിഷമവും എനിക്കുണ്ട്. ഡോക്ടർ വരൂ.
നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടറെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു, കാരണം പാലുവിനെ നമ്മൾ കുറച്ചു കാലമായല്ലോ പിന്തുടരാൻ തുടങ്ങിയിട്ട്. ഡോക്ടറെ കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഹായ്. ദീപ്തി അന്ന് കാണുന്ന സമയത്ത് ഒരു ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാനേജ് ചെയ്തു, കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഡോക്ടർ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയൊക്കെ വർത്താനം പറയുന്നു, പാലു അങ്ങനെ ഒരു സ്റ്റാറായി മാറും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. കാരണം ആര്യയുടെ ഉണ്ടല്ലോ, ആ ഒരു ഇതുണ്ടല്ലോ, ബ്രൈറ്റ് എപ്പോഴും ഫോളോ ചെയ്യും. ഇപ്പൊ ഈ ദീപ്തി എടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള ഒരു ദീപ്തിയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. ആ ഒരു മാറ്റവും കൂടെ പറയും. ദീപ്തി അന്നും ബോൾഡ് തന്നെയാണ് അല്ലെ. ലൈക്ക് ഒരു 47-year-old മദറിന്റെ ഒരു നമുക്കറിയാം ടെൻഷൻസ് ഉണ്ട്. പക്ഷെ ഡെലിവറി ടൈമിലൊക്കെ ഷി വാസ് വെരി ബോൾഡ്. ടുഡേ ഐ വാസ് ഇങ്ങനെ പറയുമ്പോഴും എന്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴും ആ ഒരു ഏജിലുള്ള ടെൻഷൻസ് ആദ്യം ഇനീഷ്യലുള്ളതൊക്കെ, പക്ഷെ ഒരു ഏത് മദറായാലും ഡെലിവറി ടൈമില് യു ബിക്കം മോർ പവർഫുൾ. അപ്പോ മോർ പവർ ടു ഹെർ. ഇപ്പൊ നാച്ചുറലി എന്തായാലും ബേബി വരുമ്പോ ഹാപ്പിനെസ് കൂടില്ലേ. സോ ഇറ്റ് ആഡ്സ് ടു മദർഹുഡ്. സിമ്പിൾ. അടിപൊളി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഈ സന്തോഷത്തിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തിൽ എന്നെ ഫോളോ ചെയ്തിട്ട് നമ്പർ വാങ്ങിച്ചിട്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. അവരെ നമ്മൾ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തേണ്ടതുണ്ട്. വരൂ. എന്തുകൊണ്ടാണ് ശരിക്കും ഇവരെ ഫോളോ ചെയ്ത് ഇവിടെ വരെ എത്തിയത്? അതിന് മെയിൻ കാര്യം പാലു. ഒന്ന്, അതിനേക്കാൾ ഉപരി ദീപ്തി ജി. പിന്നെ ഞാൻ കണ്ണകിന്നാ വിളിക്കാം. എല്ലാ അർത്ഥത്തിലും ബോൾഡാണ് അവള്, എല്ലാറ്റിനും പ്രാപ്തയാണ് അവള്. അത് അവള് തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോസ് കാണുമ്പോ എനിക്കത് മനസ്സിലായി, തെളിയിച്ചൊരു വ്യക്തിയാണ് എന്നുള്ളത്. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും രജനീഷ് ചേട്ടനോട് ഒന്ന് ചോദിക്കണം, നമ്പർ തരാൻ പറ്റുമോ? കാരണം സെലിബ്രിറ്റി ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അവരുടേതായ ലൈഫിലെ പ്രൈവസിയും കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്പർ കിട്ടിയാലും സംസാരിക്കാൻ പറ്റുമോ ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ പാലു, ഞാൻ ഒരു അമ്മയായിട്ടില്ല, അമ്മയാവില്ല. അപ്പൊ എനിക്ക് പാലു എന്ന് പറയുമ്പോ തന്നെ ഒരു പാലു എന്ന് ഞാൻ വിളിക്കുമ്പോ എന്റെ ഉള്ളിൽ ഒരു മാതൃത്വം തുളുമ്പുന്നുണ്ട് നല്ലോണം ആ വാക്കില്. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും രജീഷ് ചേട്ടനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം, എന്നിട്ട് ഇവരായിട്ട് സംസാരിക്കാൻ പറ്റിയാല്, പാലുവിനെ ദീപ്തിജീനെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയ അത് വലിയൊരു അനുഗ്രഹമാണ്. ദീപ്തിയോട് സംസാരിക്കുന്ന സമയത്ത് എത്രത്തോളം സന്തോഷം തോന്നി? ഞങ്ങൾക്കൊക്കെ ദീപ്തിജി നേരെ മക്കളെയും കൊണ്ട്, 2 പൊന്നു മക്കളെയും കൊണ്ട് എന്റെ അടുത്തേക്ക് വരിക ചെയ്ത് എന്റെ ബർത്ത്ഡേ ദിവസം. അടിപൊളി. അവർക്ക് അറിയില്ലായിരുന്നു ബർത്ത്ഡേ ആണ്, ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷെ എന്റെ അടുത്തേക്ക് കൊടന്നു 2 പേരെയും. കുറെ നേരം ഞങ്ങൾ ഒരുമിച്ച്. അത് കഴിഞ്ഞ് ഇവര് പോകുമ്പോ എന്തോ അച്ഛൻ അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ പോവില്ലേ, അപ്പൊ ഒരു വിഷമം ഉണ്ടാവില്ലേ എന്റെ അകത്ത്, അതേപോലെ ഒരു വിഷമായിരുന്നു എനിക്ക് ഇവര് പോകുമ്പോ. അപ്പൊ ഞാൻ ശശിയേട്ടനോട് പറഞ്ഞു, ഇവരെ കൊണ്ടാക്കാം, ഇവരെ കൂടെ പോവാം എന്ന്. എന്നിട്ട് വീട്ടിൽ വന്നു. കുറെ നേരം പാലുവിന്റെ കൂടെ ഇരുന്നു, ദീപ്തിജി ആയിട്ട് സംസാരിച്ചു, കണ്ണകിയായിട്ട് സംസാരിച്ചു. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ എന്തോ ഒരു കയ്യോ കാലോ ഒന്നും എനിക്ക് ഇല്ലാത്ത പോലെ, എന്തൊക്കെയോ എന്റെ ലൈഫിൽ നഷ്ടപ്പെട്ട പോലെ, ഞാൻ അല്ലാത്ത പോലെ എനിക്ക്. അപ്പൊ ഞാൻ ഇവരെ വീഡിയോ കോളിൽ വിളിച്ചപ്പോ ഇവരുടെ കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ട്, എനിക്കും ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു എന്താ പറയാ, പാലു കാരണം ഇത് ഒറ്റ സംഭവം അല്ല, ഒരുപാട് പേരെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേരെ കിട്ടിയില്ലേ? സോഷ്യൽ മീഡിയ ഒരുപാട് പേരെ കിട്ടിയില്ലേ? ധാരാളം. പക്ഷെ ഇതൊരു സുഹൃത്തുക്കളായി വല്ലാത്തൊരു സ്നേഹത്തിന്റെ ഒരു വേറെ ലെവൽ. ശരിക്കും അത് ഒരു എന്താ പറയാ, ഒരു സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു കണക്ഷൻ ആണ് എനിക്ക്. അങ്ങനെയാണ് എന്റെ മനസ്സിൽ. തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല, ഓരോരുത്തരും പാലുവിനെ ഓരോ സ്പേസിലാണ്, മനസ്സിന്റെ ഓരോ സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. പാലു മാത്രമല്ല, പാലും ദീപ്തിയും ആര്യയും ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് കയറിപ്പറ്റിയത് അതുകൊണ്ടാണ്. കുറേ പ്രത്യേകതകളുണ്ട് ഇവർക്ക്. അതുകൊണ്ടാണ് നമ്മളെ ലീഡ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. അത് കാണാനാണ് ഏറ്റവും വലിയ സൗന്ദര്യം. ഒരുപക്ഷെ ഇന്നത്തെ ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇവരുടെ ഒരു ബോൾഡ്നെസ് ആണ്.